കുട്ടനാടിൻ്റെ കായൽ കാഴ്ചകൾ കാണാൻ വേണ്ടി, കായലിൻ്റെ ഭംഗികൾ കണ്ടുപോകാൻ വേണ്ടി നമ്മളുടെ സ്വന്തം കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. കാര്യം കുട്ടനാടിൻ്റെ കാഴ്ചകൾ എപ്പോഴും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാറുണ്ട് ബോട്ടിൽ പോയെങ്കിൽ മാത്രമേ അത് ആസ്വദിച്ച് കണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും നമ്മളുടെ യാത്ര കാറെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ട് ബോട്ടിലാക്കിയതും ബോട്ടിൽ പോകാൻ തീരുമാനിച്ചതും. അങ്ങനെ നമുക്ക് എന്തായാലും ബോട്ട് കിട്ടി. ഞാൻ സൺഡേ ആയതുകൊണ്ട് ബോട്ട് കിട്ടുമോ എന്ന് പേടിച്ചു. എന്തായാലും ഇവിടെ വന്നപ്പോൾ സൂക്ഷം പോലെ ഒരു ബോട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ആ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. 3 പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ബോട്ട് എടുത്തു. കറക്റ്റ് ടൈം തന്നെ ആയിരുന്നു. ടൈം അവർ 3:45 എടുക്കുമെന്ന് പറഞ്ഞു. ബോട്ട് എടുത്തതും കറക്റ്റ് 3:45 തന്നെയായിരുന്നു. ചങ്ങനാശ്ശേരി ആലപ്പുഴ ബോട്ടാണ് ആ പോയത്. അതിൻ്റെ തിര ഇതിൽ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസം തന്നെയാണ് ഇതിലിരിക്കാൻ കേട്ടോ. ബോട്ട് യാത്ര എപ്പോഴും ഒരു ഹരം തന്നെയാണ്. ബോട്ടിൽ പോയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിലൊന്ന് യാത്ര ചെയ്യുക. ഇതിലും ഹോണൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാറിലേക്ക് ഇരിക്കുന്ന പോലെ ഹോണടി ശബ്ദമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബോട്ടിൽ. ഓക്കെ, ഞാനങ്ങനെ ബോട്ടിൽ ഒത്തിരി യാത്ര ചെയ്തിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ ബോട്ടിൽ പോയിട്ടുള്ളൂ. ഇപ്പം എന്തോ ഒത്തിരി നാളിന് ശേഷമാണ് ബോട്ടിൽ ഇത്രയും ഒരു യാത്ര ചെയ്യുന്നത്. പുന്നമട കായലിലോട്ട് കയറുമ്പോഴുള്ള വീഡിയോ നമ്മൾക്ക് കാണാം. ഇപ്പം നമ്മൾ പുന്നമട കായലിലോട്ട് കയറാൻ പോവുകയാണ്. കുട്ടനാടിനെ പറ്റി പറയാനാണെങ്കിൽ സീ ലെവലിൽ നിന്ന് 2.25 മീറ്ററോളം സീ ലെവലിനേക്കാളും ഡൗൺ ആണ് കുട്ടനാടിന് ഏരിയ. അത് ഇന്ത്യയിൽ ആകപ്പാടെ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുള്ളത് ഒരെണ്ണം നെതർലാൻഡിലാണ് സീ ലെവലിനേക്കാളും താഴെ സ്ഥലമുള്ളത്. മഴ വരുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. നോക്കുക, ആകാശം മൊത്തം ഇരുണ്ട്, കാർമേഘങ്ങൾ മൂടി. മഴ പെയ്യട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഇവിടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മഴ വരുന്നതൊക്കെ അത്ര ഇഷ്ടം ഉള്ള കാര്യമായിരിക്കില്ല. വേറൊരു കാര്യം പറയട്ടെ, നമ്മൾക്ക് ഈ ഹൗസ് ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും അല്ലാതെ നമ്മളൊരു ബോട്ട് പ്രൈവറ്റിൻ്റെ ബോട്ട് എടുത്ത് പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഗവൺമെൻറ് ബോട്ടിൽ പോകുന്നൊരു സുഖം ഒരിക്കലും കിട്ടത്തില്ല. കാര്യം നിങ്ങളൊക്കെ ഈ കുട്ടനാട് കാണാൻ വരികയാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടിൽ തന്നെ കയറി പോകണം. എങ്കിൽ മാത്രമേ ആ ഒരു ഫീൽ ചെയ്ത് നമുക്ക് പോകാൻ പറ്റൂ. കാരണം എന്താണ് അതിൻ്റെ ഫീലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ബോട്ട് ചെട്ടിയിലും ഈ ബോട്ട് ചെന്ന് നിൽക്കുന്നു, അവിടെയുള്ള ആൾക്കാർ കയറുന്നു, ഇറങ്ങേണ്ടവർ ഇറങ്ങുന്നു. അതെല്ലാം ബോട്ട് അടുപ്പിക്കുന്നതും അതെല്ലാം കണ്ട് മനോഹരമായി പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ബോട്ടുകളിൽ തന്നെ പോകണം. മറ്റേ നമ്മൾ വിളിക്കുന്ന ബോട്ട് ഡയറക്റ്റ് നമ്മൾ കയറുന്നു, നേരെ നമ്മൾ ഡെസ്റ്റിനേഷൻ പോകുന്നു, തിരിച്ചു വരുന്നു. അതൊരു രസം കാണില്ല. നിർത്തി പോകുന്ന ബോട്ടിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഫീല്. അതും ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് വെറും 11 രൂപ ആയിട്ടുള്ളൂ ഒരാൾക്കുള്ള ടിക്കറ്റ്. കുട്ടനാട് മൊത്തം നമ്മൾ കറങ്ങി കാണുവാണ്. ആലപ്പുഴയിൽ കയറിയതാണ്. അതിമനോഹരമായ ഭയങ്കര കാറ്റായിട്ടുണ്ട്. കാര്യം മഴ വരുന്നുണ്ട്. മഴ പെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തപ്പോൾ നമ്മളുടെ ഈ റൈറ്റ് സൈഡെല്ലാം ഷീറ്റുകൾ ഇട്ടു. നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കൺസിഡറേഷൻ്റെ മേളിൽ നമ്മളിരിക്കുന്ന ഈ സ്ഥലം മാത്രം എന്തോ ഷീറ്റ് ഇട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നത്. നല്ല സൂപ്പർ മഴയായിരിക്കുക. മഴയത്തോടുള്ളൊരു ബോട്ട് യാത്ര അതും ശരിക്കും നല്ലൊരു ഫീല് തന്നെയാണ്. കാര്യം ഞങ്ങൾ കയറുമ്പോഴും അമൽ പറയുന്നുണ്ടായിരുന്നു ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നല്ലൊരു രസം തന്നെ ആയിരിക്കും എന്നുള്ളത്. അമൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ മഴയല്ല. ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഫീല് തന്നെയായിരുന്നു. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തത് പോരാഞ്ഞിട്ട് നല്ല കാറ്റടിച്ചപ്പോൾ ഈ ഷീറ്റൊക്കെ ഇങ്ങനെ കിടന്ന് പറന്നിട്ട് എന്താ പറയുക, ബോട്ട് ആ ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് പറയാൻ പറ്റില്ല. അത് അനുഭവിച്ച ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്തായിരുന്നു ആ ഫീലെന്നുള്ളത്. ആ സമയം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് സമയത്തേക്ക് നിർത്തി വെച്ചിരുന്നു. കാര്യം അവിടെ
ബോട്ടിങ്ങനെ കുറച്ച് ആടുന്നുണ്ടായിരുന്നു കാറ്റിൽ. അപ്പം അവരെല്ലാവരും സീറ്റിലിരിക്കാൻ പറഞ്ഞു. നമ്മൾ പിന്നെ അവിടെ ഇരുന്നു. അങ്ങനെ നിർത്തി വെക്കേണ്ടി വന്നു. ഓക്കെ, എന്തുമായാലും നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ വന്ന ബോട്ടാണ് കിടക്കുന്നത്. നല്ല ഒരു ഫീൽ, യാത്രയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബോട്ട് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിലെത്തി. അവിടെ വന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പും. പെട്ടെന്ന് ചൂടിൽ നിന്നും മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ആ കാറ്റൊക്കെ അടിച്ചപ്പോൾ നല്ല തണുത്തു. നല്ല രസമുണ്ട് ക്ലൈമറ്റ് ഇപ്പോൾ. അങ്ങനെ തിരിച്ച് വീണ്ടും ആലപ്പുഴയ്ക്ക് തന്നെ പോകാൻ പോവുകയാണ്. ിന്റെ പൃഥ്വിരാജ് അഭിനയിച്ച പരസ്യം ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇതാ കാണാം, അതിൻ്റെ ആ ലൊക്കേഷനാണ് നമ്മൾ കാണുന്നത്. നല്ല കാറ്റാണ്, എന്താ പറയുക. അപ്പം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കെവിൻ ബ്രോയോട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് വള്ളത്തിൽ പോകാമെന്നാണ് പറഞ്ഞത്. കാര്യം ചെറിയ വള്ളങ്ങൾ 1-2 അവിടെ കിടന്നു. ഞാൻ പറഞ്ഞു നമുക്ക് വള്ളത്തിൽ പോകാം കെവിനെ, അതല്ലേ ഒരു രസം, ബോട്ടിൽ പോകുന്നതിനേക്കാളും വള്ളത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കെവിൻ ബ്രോ ഒരു പേടിയാണ്. അപ്പോൾ കെവിൻ ബ്രോ പേടിച്ചിട്ട് പറഞ്ഞു നമുക്ക് വള്ളത്തിൽ പോകണ്ട, നമുക്ക് ബോട്ടിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളുടെ ഈ ട്രിപ്പ് ബോട്ടിലാക്കിയത്. ഇപ്പം ഞാൻ ആലോചിക്കുമ്പം വള്ളത്തിൽ പോയായിരുന്നെങ്കിൽ മൊത്തം നനഞ്ഞ് ഒരു പരുവായനെയായിരുന്നു. എന്തുകൊണ്ടോ കെവിൻ ബ്രോയുടെ വാക്ക് കേട്ടത് കൊണ്ട് നനഞ്ഞില്ല. വയലിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന ആ കാണുന്നത്. കാര്യം ഇപ്പുറത്തുനിന്നുള്ള വെള്ളം കൃഷി ആവശ്യങ്ങൾക്കെല്ലാം അങ്ങോട്ട് കയറ്റിയിടും. ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ടാണ്, പണ്ടൊക്കെ ഓടി തകർത്തിട്ടിരുന്നതാണ്. കണ്ട ഈ വീട് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രളയം ഉണ്ടായപ്പോൾ വീടെല്ലാം പൊക്കി ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. വെള്ളം കയറാതിരിക്കാൻ വേണ്ടി താഴെ പില്ലറെല്ലാം കൊടുത്തിട്ട് മേളിൽ നിർത്തിയിരിക്കുകയാണ് വീടിനെ. തോടിൻ്റെ അപ്പുറത്തെ സൈഡുകളിലുള്ള വീടിലെല്ലാം വെള്ളം കയറി കിടക്കുന്നു. ഇപ്പുറത്തെ സൈഡിലെ വീടിൽ വെള്ളമില്ല. കണ്ട നിങ്ങൾക്ക് തന്നെ കാണാം, വീട് നല്ല താന്നാണ് നിൽക്കുന്നത്. തോടിനേക്കാളും താഴെയാണ് വീട് നിൽക്കുന്നത്. അതെങ്ങനെ കയറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അതിൻ്റെ ഇത് പിടികിട്ടിട്ടില്ല. കാര്യം അപ്പുറത്തെ സൈഡിൽ വെള്ളം കയറി, ഇപ്പുറത്തെ സൈഡിൽ വെള്ളമില്ല. ഈ കുട്ടനാട് ബോട്ടാണ് ഈ പോകുന്നത്. ബോട്ടിലെന്തോ ആളൊന്നുമില്ല. നമ്മൾ ഇതിൽ പോകാനോ വിചാരിച്ചത് ആദ്യം, പക്ഷേ ഇത് കാണുമോ ഇല്ലയോ എന്ന് അവർ ഡൗട്ട് പറഞ്ഞതുകൊണ്ടായിരുന്നു. 4 Friends എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് അവിടെയാണ്, ആ കാണുന്നതാണ്. അത് ആക്ച്വലി റിസോർട്ട്സ് ആണ്. ആ പടത്തിൽ കാരുണ്യ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാണ് കാണിച്ചത്. കാഴ്ചകളെല്ലാം കണ്ടു. തിരിച്ചു നമ്മുടെ ആലപ്പുഴ എത്താറായി. വെള്ളത്തിൽ കൂടെയുള്ളൊരു മത്സര ഓട്ടം തന്നെ നടക്കുകയാണ് 2 ബോട്ടുകളും തമ്മിൽ. റോഡിൽ കൂടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾ മത്സരിച്ച് പോകുന്ന കണ്ടിട്ടുള്ളത്. വെള്ളത്തിൽ ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. നോക്കാം. കഴിഞ്ഞു, ദാ ആലപ്പുഴയിൽ തിരിച്ചെത്തി. ബോട്ടെല്ലാം അടുപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും ഈ കുട്ടനാടൻ്റെ മനോഹരമായ കാഴ്ചകൾ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ആ മണി കൂടെ ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മണിയടി ശബ്ദത്തിൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, സോഹൻ. സ്പെഷ്യലി ഞാൻ ഈ ബോട്ടിലെ സ്റ്റാഫിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. കാര്യം വളരെ മനോഹരമായി നമ്മളെ കൊണ്ടുപോയി അവരെല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞു തന്നു. നമ്മളുടെ ചാനലിന് വേണ്ടുന്ന സപ്പോർട്ട് തന്നു. അവർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള, എൻ്റെ മാത്രമല്ല എൻ്റെയും ഓൾ ഫ്രെയിംസിൻ്റെ നമ്മളുടെ ടീമിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്.